ദേശാഭിമാനി മുഖപ്രസംഗം 2024 സെപ്റ്റംബർ 24. അഭിമാനമാണി ലങ്കൻ വീരഗാഥ. ശ്രീലങ്കൻ ജനതയുടെ വിധിയെടുത്ത് ലോകമെമ്പാടുമുള്ള ഇടതുപക്ഷ പുരോഗമന ജനാധിപത്യവാദികളിൽ ആവേശവും ആഹ്ലാദവും പകർന്നിരിക്കുകയാണ്. നിർണായക തെരഞ്ഞെടുപ്പിൽ വിജയിച്ച 55-കാരനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് അനുരാഗ് കുമാര ദിനസായകെ ശ്രീലങ്കയുടെ 9ാമത് പ്രസിഡന്റായി ചുമതലയേറ്റു. ലങ്കയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇടതുപക്ഷ പ്രസിഡന്റ്. നവ ഉദാര നയങ്ങളും അഴിമതിയും വംശീയവാദങ്ങളും ചേർന്ന് അശാന്തിയും അരാജകത്വവും പടർത്തിയ ദ്വീപ് സമൂഹത്തിൽ പ്രതീക്ഷയുടെ നാളങ്ങൾ തെളിഞ്ഞിരിക്കുന്നു. അനീതിക്കും ചൂഷണത്തിനുമെതിരായി എങ്ങുമെങ്ങും ചെങ്കൊടി ഉയർത്തി പോരാടുന്നവർക്ക് അഭിമാനമാണി വിജയം. വലതുപക്ഷ അവസരവാദികളായ ഭരണാധികാരികളുടെ ദുർനയങ്ങളിൽ നിന്ന് മോചനം കാത്തു കഴിയുന്ന ശതകോടികൾക്ക് ശരിയായ സന്ദേശം നൽകുകയാണ് നമ്മുടെ അയൽ രാജ്യം. മാർക്സിസം ലെനിനിസം പ്രത്യയശാസ്ത്രമാക്കി പ്രവർത്തിക്കുന്ന ജനതാ വിമുക്തി പെരുമന നേതാവായ ദിസനായികയുടെ വിജയം ആകസ്മികമല്ല. വലതുപക്ഷ പാർട്ടികളുടെ സർക്കാരുകൾ മത്സരിച്ച് കൊള്ളയടിച്ച ശ്രീലങ്കയിൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാട് മുന്നോട്ട് വച്ചാണ് നാഷണൽ പീപ്പിൾസ് പവർ മുന്നണി സ്ഥാനാർത്ഥിയായി ദിനസായികെ ജനവിധി തേടിയത്. ലങ്കയ്ക്ക് വേണ്ടത് കേവലം സർക്കാർ മാറ്റമല്ല, സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പരിവർത്തനമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാജ്യത്ത് അഴിമതിക്കാരെ സംരക്ഷിക്കുകയാണ്. ഇതിൽ നിന്ന് ലങ്കൻ ജനതയെ മോചിപ്പിക്കുമെന്നും നികുതി നിരക്കുകൾ കുറയ്ക്കുമെന്നും രാജ്യത്തിന് ഹാനികരമായ കരാറുകൾ പരിഷ്കരിക്കുമെന്നും അദ്ദേഹം വാഗ്ദാനം നൽകി. യുവജനങ്ങളെ വൻതോതിൽ ആകർഷിക്കാൻ AKD എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ദിസനായികയ്ക്ക് കഴിഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച 3% വോട്ട് വിഹിതത്തിൽ നിന്ന് ഇപ്പോൾ ത്രസിപ്പിക്കുന്ന വിജയത്തിലേക്ക് കുതിക്കാൻ ദിസനായികയ്ക്കും സഖാക്കൾക്കും സാധിച്ചു. കൂലിപ്പണിക്കാരൻ്റെ മകനായി പിറന്ന ദിസനായികെ വിദ്യാർത്ഥി രാഷ്ട്രീയം വഴിയാണ് പൊതുരംഗത്ത് എത്തിയത്. 1995 സോഷ്യലിസ്റ്റ് സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ ദേശീയ നേതൃത്വത്തിലെത്തിയ അദ്ദേഹം പിന്നീട് ജനതാ വിമുക്തി പെരുമുനയുടെ പൊളിറ്റ് ബ്യൂറോ അംഗമായി ഉയർന്നു. 2000 പാർലമെൻറ്റ് അംഗമായി. ഓരോ കാലത്തും വസ്തുനിഷ്ഠവും കൃത്യവുമായ നിലപാടുകൾ സ്വീകരിച്ച ജനതാ വിമുക്തി പെരുമുനയ്ക്ക് അതിൻ്റെ പേരിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ലങ്കയെ കടുത്ത സാമ്പത്തിക തകർച്ചയിലേക്ക് നയിച്ച വലതുപക്ഷ സർക്കാരുകൾക്കെതിരായ ജനകീയ പ്രക്ഷോഭത്തിന് ദിശാബോധം നൽകാൻ ദിസനായികയ്ക്കും സഹപ്രവർത്തകർക്കും കഴിഞ്ഞു. ലങ്കയുടെ സമീപ ഭൂതകാലം കൂടി പരിശോധിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഉചിതമാകും. അമിതാധികാര വാഴ്ചയുടെയും വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെയും പ്രയോക്താക്കൾക്ക് ശക്തമായ മുന്നറിയിപ്പാണ് ലങ്കയിലെ സംഭവ വികാസങ്ങൾ. LTTE ഉന്മൂലനം ചെയ്തതിൻ്റെ പേരിൽ സിംഹള ദേശീയത ചൂഷണം ചെയ്ത് സർവാധികാരികളെ മാറിയ ഗോതബായ രാജപക്സയ്ക്കും മഹിന്ദ രാജപക്സയ്ക്കും 2022 ജനകീയ കലാപത്തെ തുടർന്ന് സ്ഥാനം വിട്ടൊഴിയേണ്ടി വന്നു. മഹിന്ദയെ BC 161 മുതൽ BC 137 വരെ ലങ്കയിലെ പട്ടണമായ അനുരാധപുരം ഭരിച്ച ദുട്ടുഗമുനു രാജാവിൻ്റെ അവതാരമായാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പ്രകീർത്തിച്ചിരുന്നത്. രാജപക്സ കുടുംബം അധികാരം കൈയടക്കിയ ലങ്കയിൽ പ്രവിശ്യകൾക്ക് അർഹമായ അധികാരം പങ്കിട്ടു നൽകിയില്ല. സർക്കാരിനെ വിമർശിക്കുന്നവരെ രാജ്യദ്രോഹികളെന്നും ഭീകരരെന്നും മുദ്രകുത്തി. മാധ്യമപ്രവർത്തകരെ ജയിലിലടച്ചു. നവ ഉദാര നയങ്ങൾ സൃഷ്ടിച്ച സാമ്പത്തിക കുഴപ്പം ഭക്ഷ്യക്ഷാമത്തിനും ഊർജ്ജ പ്രതിസന്ധിക്കും മറ്റും ഇടയാക്കി. സമാധാനപരമായി പ്രതിഷേധിച്ച ജനങ്ങളെ ഭരണകക്ഷി പ്രവർത്തകർ ആക്രമിച്ചതോടെ രാജ്യം കലാപത്തിലേക്ക് വഴുതി വീണു. രാജപക്സമാർക്ക് അപമാനിതരായി അധികാരം ഒഴിയേണ്ടി വന്നു. ഈ ജനകീയ പ്രക്ഷോഭത്തിൻ്റെ തുടർച്ചയാണ് ദിസനായികയുടെ സ്ഥാനാരോഹണം. ദക്ഷിണേഷ്യയിൽ നേപ്പാളിന് പിന്നാലെ ലങ്കയും ചുവന്നു. ജനങ്ങളെ അടിമകളാക്കി ഭരിക്കാമെന്ന് കരുതുന്നവർക്ക് താക്കീതാണ് ലങ്കയിൽ നിന്നുള്ള ഈ വീരഗാഥ.